ഇത് നമ്മൾ ഓഗസ്റ്റ് 8-ാം തീയതി വാങ്ങിച്ച തീറ്റയാണ്. ഇന്നിപ്പോൾ സെപ്റ്റംബർ 1-ാം തീയതി, അതായത് ഏകദേശം ഇത് 40 കിലോൻ്റെ ചാക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം ഇത് ഒരു 23 ദിവസം കഷ്ടി കിട്ടിയിട്ടുണ്ട്. ഇത് 40 കിലോനാണ്. അപ്പോൾ കഷ്ടി 2 കിലോൻ്റെ താഴെയാണ് നമ്മൾ ആദ്യം കൊടുത്തിരുന്നത്, പിന്നെ അത് 2 കിലോനാക്കി. അപ്പോൾ ഒരു ദിവസത്തെ അളവെന്ന് പറഞ്ഞത് ഈ ഒരു പാത്രം കൊണ്ട് 4 പാത്രം ഇടാറ്. എന്നിട്ട് അതിൽ വെള്ളം ഒഴിക്കും. ഇപ്പോൾ കഷ്ടി ഇതിൽ 4 പാത്രം കിട്ടുമെന്ന് വിചാരിക്കുന്നു ഞാൻ. 2ആയി, 3ആയി, 4 പാത്രം കഷ്ടി കേട്ടോ. നിറച്ചില്ല, 4 പാത്രം കഷ്ടി. അപ്പോൾ നമുക്ക്, ഞാൻ വെറുതെ പറയണതല്ല കേട്ടോ, വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ ഒരു മാസത്തേക്ക് തീറ്റ ചിലവ് കൂട്ടുമ്പോൾ നമുക്ക് നല്ലൊരു പൈസ വരുന്നുണ്ട്. അപ്പോൾ ഇത് 40 കിലോൻ്റെ സ്പാക്കാണ്. ചോളത്തവിട് 960 രൂപയാണ് 40 കിലോന് വില വരുന്നത്. അപ്പോൾ ഇത് ഏകദേശം 23 ദിവസം നമുക്ക് ഓടി. അപ്പോൾ ഇതിൽ എന്തോരം ഉണ്ടെന്നുള്ളത് കണ്ടറിയാട്ടത്. കണ്ടോ, ഇനി ഇത് കുതിർത്തുമ്പോൾ എന്തോരം ആവും എന്നുള്ളതും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാവും. വീഡിയോ കാണിച്ചാൽ ഇനി അടുത്തത് നമ്മൾ എടുക്കാൻ പോണ പരുത്തി പിണ്ണാക്കാണ് കേട്ടോ. പരുത്തി പിണ്ണാക്ക് നമ്മൾ എടുക്കാൻ പോണത് ഇതും ഓഗസ്റ്റ് 8-ാം തീയതി വാങ്ങിച്ചാണ്. ഇപ്പോൾ 23 ദിവസം ഓടി. ഇനി ഒരു 5 ദിവസം കൂടിയും സിമ്പിളായിട്ട് ഓടും. കണ്ടോ, ഇത്രയധികം കഷ്ടി ഒരു 10 കിലോൻ്റെ താഴെ ഇതിലുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരളവാണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ 23 ദിവസം എടുത്തിട്ട് കഷ്ടി ഒരു 40 കിലോൻ്റെ റേഞ്ചിലാണ് കഴിഞ്ഞേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, നമുക്കതിനൊരു കറക്റ്റായിട്ടുള്ള അളവ് ഏകദേശം ഒരു 2 കിലോൻ്റെ താഴെയാണ്. ചില ദിവസം കൂടും, ചില ദിവസം കുറയാം. എന്നാലൊരു 1.5 കിലോനും 2 കിലോനും ഇടയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ കഷ്ടി ഒരു 10 കിലോൻ്റെ താഴെ, അതായത് ഒരു 5 ദിവസം കഷ്ടി ഉപയോഗിക്കാനുള്ളത്. അപ്പോൾ ഒരു 28 ദിവസം 50 കിലോൻ്റെ പരുത്തി പിണ്ണാക്കാണിത്. 50 കിലോൻ്റെ പരുത്തി പിണ്ണാക്കാണ്. ഇതും ഓഗസ്റ്റ് 8-ാം തീയതി തന്നെയാണ് വാങ്ങിച്ചത്. നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു 40 കിലോൻ്റെ മേലെ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എന്നാലും ഇനി ഒരു 5 ദിവസം കഷ്ടി ഉപയോഗിക്കാണ്ടാവും. അപ്പോൾ നമുക്കൊരു 28 ദിവസം കഷ്ടി ഇത് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, 2 കിലോൻ്റെ താഴെയാണ് നമ്മൾ എടുത്തിരുന്നതെന്നുള്ളത്. ഇത് കേട്ടോ, ഇത്രയ്ക്ക് ഈ സംഭവമുള്ളൂ. കണ്ടോ. ഇനി നമ്മളെ അടുത്തത് എടുക്കാൻ പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പലണ്ടി പിണ്ണാക്കാണ് കേട്ടോ. 15 കിലോനാണ് നമ്മൾ വാങ്ങിച്ചിരുന്നത്. കഷ്ടി ഒരു 3-4 ദിവസം കൂടി ഇത് ഓടും. അപ്പോൾ നമ്മളൊരു 1/2 കിലോനാണ്, 1/2 കിലോ കഷ്ടി വെച്ചിട്ടാണ് എടുത്തിരുന്നത്. ഇതിനൊക്കെ നമുക്ക് അളവുണ്ട്. കണ്ടോ, ഈ ഒരു പാത്രം കൊണ്ട് ആണ് നമ്മൾ എടുത്തിരുന്നത്. കണ്ടോ, ഇത്രയ്ക്കുള്ളോട്ടോ സാധനം. അപ്പോൾ ഈ 3 ഐറ്റം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കപ്പലണ്ടി പിണ്ണാക്ക്, പരുത്തി പിണ്ണാക്ക്, ചോളത്തോട്. ഇനി ഇത് ഞാനത് വെള്ളത്തിൽ കുതിർത്തിയിട്ട് എന്തോരം ഉണ്ടാവും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഏകദേശം ഒരു 2 കിലോളം പരുത്തി ഉണ്ടാവും, 2 കിലോളം പരുത്തി, 2 കിലോളം ചോളത്തോടും ഉണ്ടാവും സ്പാക്ക്. കഷ്ടി 1/2 കിലോ കപ്പലണ്ടി പിണ്ണാക്കും. ഇനി നമുക്കത് കുതിർത്തി എന്തോരം ഉണ്ടാവും എന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ബക്കറ്റ് കൊണ്ട് ഒരു ബക്കറ്റ് കഞ്ഞലാണ് നമ്മൾ ഇതിൽ ഒഴിച്ചിട്ടുണ്ടാവുക. കഷ്ടി 2 കിലോ പരുത്തിയിലേക്കും 2 കിലോ സ്പാക്കിലേക്കും കഷ്ടി 1/2 കിലോ കപ്പലിൻ്റെ പിണ്ണാക്കും. ഇത് മൂടി വയ്ക്കും നമ്മൾ. ഇത് ഇപ്പോൾ മുകളിൽ വെള്ളം കാണുന്നതാണ്ടോ. ഇനി ഇത് ഇപ്പോൾ ഏകദേശം ഒരു, ഇത് നമ്മൾ ഒന്നും വേവിക്കാറൊന്നും ഇല്ല കേട്ടോ. ഇതിപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം ഒരു 1:45 2 മണി നേരമാണ്. ഇനി ഒരു 4:30-5 മണിയാകുമ്പോൾ, അതായത് ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാൻ കണ്ടത്. നല്ല മാതിരി കുതിർന്ന് നിങ്ങൾക്ക് വീഡിയോ ഒന്ന് കണ്ടോ, കുതിരുന്ന മാതിരി നിങ്ങൾക്ക് കാണാൻ കണ്ടോ. അമാതിരി ഇതിൽ പരുത്തി പിണ്ണാക്കിൽ നോക്കിയാൽ സംഭവം കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്താ സംഭവം എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ തീറ്റകളൊക്കെ കഷ്ടി ഒരു 2 മണി നേരത്ത് വെച്ച തീറ്റകളൊക്കെ ഇപ്പോൾ സമയം ഒരു 5:30 അതിൻ്റെ. അപ്പോൾ ഇങ്ങനെ ആയിട്ട് കേട്ടോ. ഇത് ഞാൻ പരുത്തി പിണ്ണാക്ക് കൈ കൊണ്ടൊന്ന് ചിക്കി മതിയതാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇതിലിപ്പോൾ ഏകദേശം എന്തോരം വെള്ളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ.
ഇത് അതിൻ്റെ അടിയിൽ ലേശം നിൽക്കണുള്ളൂ കേട്ടോ. ഇനി ഇതിൽ നമ്മൾ വീണ്ടും വെള്ളം ഒഴിക്കും, എന്നാലാണ് അവർക്ക് കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അത്രയ്ക്ക് അങ്ങോട്ട് ഡ്രൈ ആക്കി നമ്മളിപ്പോൾ കൊടുത്തു തുടങ്ങിയിട്ടില്ല, എന്നാലും ഡ്രൈ തന്നെയാണ് കേട്ടോ, കണ്ടമാനം വെള്ളം ഒഴിക്കില്ല. കണ്ടോ, അതായത് കപ്പലണ്ടി പിണ്ണാക്ക്, ഇത് പരുത്തി പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക് കഷ്ടി ഒരു 1/2 കിലോൻ്റെ താഴെ, പരുത്തി പിണ്ണാക്ക് ഒരു 2 കിലോൻ്റെ താഴെ, തവിട് ഒരു 2 കിലോൻ്റെ താഴെ. ഇനി നമുക്ക് ഇത് പാത്രത്തിലേക്ക് വരുമ്പോൾ എന്തോരം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കി നോക്കാം. ഇതിൽ കഷ്ടി ഒരു 1 കിലോൻ്റെ മേലെ അരി വേവിച്ചതും കൂടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഇതേട്ടോ, അങ്ങനെ നമ്മുടെ 6 ആൾക്ക് കൊടുക്കാനുള്ള തീറ്റ സെറ്റാക്കിൻ്റെ ഇതെന്തോരം ഉണ്ടാവും എന്നൊക്കെ മനസ്സിലായില്ലേ. കണ്ടോ, 25 രൂപ ഒരു വട്ടയിലേക്ക് ചിലവ് വരുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇത് ക്രമീകരിച്ചേക്കണേ. വട്ടയുടെ പുറം ഉള്ളിൽ പിന്നെയും കുഴപ്പമില്ല, പുറമൊക്കെ ഒന്ന് കഴുകാറായി, അതിൻ്റെ സമയമില്ല. വീഡിയോ എടുക്കാൻ ലേശം നേരം വൈകും, വൈകുന്നേരമായി ഇപ്പോൾ. സത്യത്തിൽ ഈ ആഴ്ച പാത്രം കഴുകിയിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ച ഒന്ന് പാത്രം കഴുകി സെറ്റാക്കി വെക്കാറുള്ളതാണ്. അതാണ് പുറത്ത് ഈ മഴ പെയ്യുമ്പോൾ മണ്ണടിച്ചിട്ട് ചെളി തെറിച്ചിട്ടുണ്ടാവും, അതാണ് കൂടുതലും. വട്ടകൾ ചിലത് അതിൻ്റെ ഉള്ളിലൊക്കെ ക്ലായ്പ് പിടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് കഴുകിയെടുക്കണമെങ്കിൽ പണി കുറച്ചുണ്ട്. പഴയ വട്ടകളാണ്, ചുരുങ്ങിയത് ഒരു 7 കൊല്ലം 8 കൊല്ലം പഴക്കമുള്ള വട്ടകളുണ്ട് അതിൽ. അതിൻ്റെ ഉള്ളിൽ ആ മടക്കിൻ്റെ ഉള്ളിൽ ക്ലായ്പ് പിടിച്ചിട്ടുള്ളതാണ്. കഴുകിയാൽ പോവും, നല്ലമാതിരി ഉരച്ച് കഴുകേണ്ടി വരുന്നത് മാത്രം. അപ്പോൾ ഇതിൽ മാത്രമാണ് ലേശം കുറവ് കേട്ടോ. അത് നമ്മുടെ ചെറുതുള്ളതാണ്, ഒരു 160 കിലോൻ്റെ റേഞ്ചിലുള്ളതാണ്. ബാക്കിയുള്ളതെല്ലാം ഒരേപോലെയാണ്, എല്ലാം ഒരു കണക്കാണ്. ഇതേപോലെ കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇത് പരുത്തിപ്പിണ്ണാക്ക്, ഇത് പരുത്തിപ്പിണ്ണാക്ക് കേട്ടോ. ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഇത് പരുത്തിപ്പിണ്ണാക്ക്, കുറച്ച് ചോറ്, അടിയിൽ ഇതേ മഞ്ഞ കളറിലുള്ളത് സ്പാക്ക് അല്ലെങ്കിൽ ചോളത്തവിട്, ഇതേ ഇത്രയും കപ്പലണ്ടി പിണ്ണാക്ക്. ഇതാണ് നമ്മുടെ ഒരു പോത്തിൻ്റെ 25 രൂപ വരുന്ന രീതിയിലുള്ള തീറ്റ. മനസ്സിലായോ? നമുക്ക് മൊത്തത്തിൽ എത്ര എക്സ്പെൻസ് മൊത്തം വന്നിട്ടുണ്ടെന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറയാൻ കറക്റ്റായിട്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് കണ്ടിരിക്കുക. കണ്ടോ, ഇനി ഇതിൽ കുറച്ച് സപ്ലിമെൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്യും, ഒരു മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അങ്ങനെ ചെറിയ തോതിൽ ഇപ്പോൾ തന്നെ എനിക്ക് 25 രൂപ ഒരു ആൾക്ക് തീറ്റ ചിലവ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്നും കുറയില്ല, കൂടുള്ളൂ. അതൊരു ഡിസംബർ ആകുമ്പോഴൊക്കെ ചെറിയ തോതിൽ നമ്മൾ കൂട്ടി തുടങ്ങും. ഇനി സപ്ലിമെൻറ്റ്സ് കൂടുന്നതനുസരിച്ച് ചിലപ്പോൾ നമ്മൾ തീറ്റ കുറയ്ക്കും, അല്ലെങ്കിൽ പരുത്തി പിണ്ണാക്ക് കേട്ടാക്കി ചിലപ്പോൾ കപ്പലണ്ടി പിണ്ണാക്ക് ആഡ് കൂടുതലാക്കും. അതൊക്കെ അങ്ങനെ അതിൻ്റെ റിസൾട്ട് പോലെയാണ് നമ്മൾ ചെയ്യുക. വീഡിയോ ഫുള്ളായി കണ്ടിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് ഞാൻ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് തീറ്റ ഇനി ഇവർക്ക് വെച്ച് കൊടുത്തിട്ട് തിന്നണത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഇവനാണ് ലേശം ചെറുത് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ ഒരേ പൊടിക്ക് വലുപ്പമുണ്ട്, തേച്ച് കഴിയിട്ടൊന്നുമില്ല, എന്നാലും മൊത്തത്തിലൊരു പൊടിക്ക് വലുപ്പമുള്ളവരാണ്. നമുക്ക് വീഡിയോ പുറത്താക്കി ചെയ്യാൻ നല്ല മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ ചെളിയിലേക്ക് പൂണ്ടാണ് നിൽക്കുകയാണ്. ഇതിലിപ്പോൾ ഓരോരുത്തരുടെ വട്ടയിൽ വലുപ്പ വ്യത്യാസങ്ങളുണ്ടാവും, തീറ്റയിൽ ക്വാണ്ടിറ്റി വ്യത്യാസങ്ങളുണ്ടാവും. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വട്ടയുടെ വലുപ്പത്തിനനുസരിച്ച് അവർ വേഗം കഴിക്കുന്ന രീതിക്ക് അനുസരിച്ച് ഇവൻ കഴിക്കാൻ ലേശം 10 വട്ടയിൽ ലേശം ഉണ്ടാവും. അവിടെ എന്തോരം തീറ്റ ഉണ്ടെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇത് നമ്മളെല്ലാം കൂടി ലേശം കഞ്ഞളം ഒഴിച്ച് പരത്തി കൊടുത്തു കഴിഞ്ഞാൽ, ഒന്ന് കാട്ടിലമ്പി കൊടുത്ത് ഇത്രയ്ക്കാവും. ഇത് ഇവൻ കുറച്ച് കളയിട്ട് ഇടയ്ക്കിടയ്ക്ക് തല പൊന്തിച്ച് നോക്കും. പ്രത്യേകിച്ച് നമ്മൾ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവൻ തല പൊന്തിച്ച് നോക്കും. അപ്പോൾ തലമാന്തി നിൽക്കും. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ഞാനേട്ടാ, ഒരുത്തൻ പാടത്ത് നിൽക്കുന്നുണ്ട്, കണ്ട, പാടത്ത് തെറ്റത്ത് കെട്ടിയിട്ടുണ്ട്. അവൻ ഇദ്ദേഹത്തിനാണ് കണ്ട. അപ്പോൾ എല്ലാവരും കൈത്തീറ്റ എടുത്ത് ഞാൻ കുടന്ന് കെട്ടിയതേ വട്ടയെ വെച്ച് ഞാൻ തീറ്റ സെറ്റാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നില്ലേ, അത് കഴിഞ്ഞതേ വട്ടയെ വെച്ച് കൊടുത്തപ്പോൾ കണ്ടോ, ഒരാൾ പോലും തലയെടുക്കാണ്ട് അങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോത്തിനെ വാങ്ങിച്ച് കഷ്ടി ഒരു 2-3 ആഴ്ചയുടെ ഉള്ളിൽ കൈത്തീറ്റ ഇടിപ്പിച്ച് തുടങ്ങാൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെ നല്ല റിസൾട്ട് കിട്ടും. പ്രത്യേകിച്ച് ഒരു 180 കിലോന് മേലേക്കുള്ള പോത്തുകളാണെന്ന് വെച്ചാൽ പെട്ടെന്ന് വളർച്ചയിലും കാണിക്കും. ഈ ഞായറാഴ്ച ഞാൻ ഇട്ട വീഡിയോ കണ്ട് ഒത്തിരി പേര് എനിക്ക് വാട്സപ്പിൽ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ചേട്ടാ ഞങ്ങളും മിക്സഡ് തീറ്റയാണ് കൊടുക്കുന്നത്, ഞങ്ങളുടെ അവിടെ അങ്ങനത്തെ തീറ്റകൾ വരുന്നുണ്ട്, അപ്പോൾ ഏത് തീറ്റയാണ് നല്ലത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പരുത്തിപ്പിണ്ണാക്ക്, ചോളത്തവിട്, സ്പാക്ക് എന്ന് പറയുന്ന ഒറിജിനൽ ചോളത്തവിട്, പിന്നെ ലേശം ചോറ്, ഒരു പിണ്ണാക്ക്, ഒരു തവിട്, ഒരു ധാന്യം, ഇതാണ് എൻ്റെ തീറ്റയുടെ റേഷ്യോ. ഇതിൽ ഞാൻ ഏകദേശം 25 രൂപ, ഏറി വന്നാൽ 30 രൂപ, ഡിസംബർ വരെ ആകുമ്പോഴേക്കും 30 രൂപ. അതിൻ്റെ ഉള്ളിൽ ചില സാധനങ്ങൾ മാറ്റി, അതായത് ഐറ്റംസ് കണ്ടൻറ്റുകളല്ല, ക്വാണ്ടിറ്റി ഐറ്റംസിൻ്റെ മാറ്റും. ചിലപ്പോൾ പരുത്തി പിണ്ണാക്ക് മാറ്റി കപ്പലണ്ടി പിണ്ണാക്ക് ലേശം കൂടുതലിട്ട് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ഓരോ മാസം മാറ്റം വരുത്തി ചെയ്യും. ചില മാസങ്ങളിൽ ഇപ്പോൾ ഒരു ചാക്ക് തവിടും ഒരു ചാക്ക് പരുത്തി എടുക്കുന്നതിന് പകരം 4 ചാക്ക് തവിട് എടുത്ത് കഴിഞ്ഞാൽ ഒരു 4000 രൂപയുടെ താഴെ വരുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യും.
അങ്ങനെയൊക്കെ എനിക്കിപ്പോൾ 6 ആളുണ്ട്. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു 25 രൂപ തീറ്റ ചിലവ് എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഏകദേശം 150 രൂപ വരും. അപ്പോൾ ഒരു മാസത്തേക്ക് കഷ്ടി 4500 രൂപ. അപ്പോൾ ഒരു 4000-നും 5000-നും ഇടയിലാണ് എൻ്റെ ഒരു തീറ്റ ചിലവ്. പക്ഷേ ഇത് ഇനി ഇവർ നമ്മൾ എന്താ പറയുക, ചില ലേശം സപ്ലിമെൻറ്റ്സ് ഒക്കെ കൂട്ടുമ്പോൾ തീറ്റയിൽ കുറച്ച് കുറയ്ക്കും കേട്ടോ. പിന്നെ ഒരു സപ്ലിമെൻറ്റ്സിന് ഇപ്പോൾ ഒരു ലിവർ ടോണിക് 5 ലിറ്റർ വാങ്ങിക്കുകയാണെങ്കിൽ അതൊരു 10-20 ദിവസം ഓടിച്ച് കഴിഞ്ഞാൽ പിന്നെ 10-20 ദിവസം അഗ്രിമീൻ ഫോർട്ടായിരിക്കും കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു 10-20 ദിവസം ഫീഡ് പിസ്റ്റ് പ്ലസ് ആയിരിക്കും കൊടുക്കുക. പക്ഷേ ഇങ്ങനത്തെ പോത്തുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് സഡനായിട്ട് റിസൾട്ട് കാണിക്കാൻ തുടങ്ങും. പിന്നെ ഇപ്പോൾ ഈ 20 രൂപ ആദ്യമൊക്കെ ഞാൻ സ്റ്റാർട്ടിങ് കഴിഞ്ഞ പോലൊക്കെ പോത്തുകൾക്ക് കൈത്തീറ്റ ചിലവ് എടുത്തിരുന്നത് ഏകദേശം ഒരു 20 രൂപയുടെ താഴെ 15 രൂപയുടെ റേഞ്ചിലൊക്കെ ആയിരുന്നു 5 ആൾക്ക് എടുത്തിരുന്നത് ഫസ്റ്റ് ടൈമിൽ. പിന്നെയാണ് നമ്മൾ ഒക്ടോബറിലായിട്ട് 2 കൂടി വാങ്ങിച്ചത്. അപ്പോൾ നമുക്കൊരു തീറ്റ ചിലവെന്ന് പറയുന്നത് 5 ആൾക്കും കൂടി കഷ്ടി 100 രൂപയുടെ താഴെയാണ് വന്നിരുന്നത്. ഒരു 75 രൂപ 80 രൂപയുടെ റേഞ്ചിലൊക്കെയാണ് നമുക്ക് 5 ആൾക്ക് തീറ്റ ചിലവ് വന്നിരുന്നത്. പക്ഷേ അതിപ്പോൾ നമുക്കൊരു 150 രൂപയുടെ ചോടയ്ക്ക് ഒരു ദിവസം 70 രൂപയുടെ ഡിഫറൻസ് വന്നു. അതായത് ഒരു മാസം 2000 രൂപ കൂടുതലാണ് നമുക്ക് വരുന്നത്. പക്ഷേ അത് കൂടുതൽ വരുന്നത് നോക്കിയിട്ട് കാര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വേനൽക്കാലം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ അത് ആകുമ്പോഴേക്കൊക്കെ പോത്തുകൾ ഒന്നും കൂടി സെറ്റപ്പാക്കി നിർത്തണം. പിന്നെ വേനൽക്കാലത്ത് ഒന്ന് കുന്തിൻ്റെ ഇടകൂടെ തള്ളുന്ന് പറഞ്ഞ മാതിരി പൊന്തിച്ച് വിട്ടാൽ മതിയാവും. അപ്പോൾ ഇനി അങ്ങോട്ട് വേനൽക്കാലത്തേക്ക് പെരുന്നാൾ വരുന്നതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഒരു ഏവറേജ് പോത്താണ് 200 കിലോൻ്റെ റേഞ്ചിലുള്ള പോത്തുകളാണ് നമ്മുടെ കയ്യിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്കതൊരു 65 രൂപ 70 രൂപ റേഞ്ചിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും കൈത്തീറ്റ ചിലവ് വേണ്ടി വരും. അപ്പോൾ ഈ ഒരു കൈത്തീറ്റ ചിലവ് നോക്കുകയാണെങ്കിലും എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്കൊരു 1000 രൂപയുടെ താഴെ തന്നെയാണ് കേട്ടോ. അതായത് ഞാനൊരു കൊല്ലത്തെ തീറ്റ ചിലവ് ഏകദേശം 15000 രൂപയാണ് വക്കോലടക്കം ഇടാറ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 13000-നും 14000-നും അല്ലെങ്കിൽ ഒരു 12000-നും 14000-നും ഇടയിൽ നമുക്ക് ആ തീറ്റ ചിലവ് നിൽക്കും. പ്ലസ് നമ്മളൊരു 1000 എക്സ്ട്രാ ഇടുന്നു മാത്രം. ഇനി നമ്മളൊരു 5 എണ്ണത്തിനെ കൂടിയും കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നമ്മുടെ ഈ തൊഴുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് റീഓൾട്രേഷൻ ചെയ്ത് സെറ്റാക്കിയിട്ട് വേണം. കുറച്ച് ഈ ഉള്ള പോത്തുകളുടെ കള്ളിയൊക്കെ ലേശം നീട്ടം കൂട്ടി ഇരുമ്പ് പൈപ്പൊക്കെ മാറ്റി കാര്യങ്ങൾ സെറ്റാക്കിയിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് കേട്ടോ അവരുടെ അടുത്തേക്ക് പോയി ചിലപ്പോൾ തിന്നില്ല. അത് കാരണമാണ് ഒരു ലേശം ബാലൻസ് വന്നിട്ടുണ്ട്. അത് കഴിച്ചുകൊണ്ടിരിക്കണമല്ലോ. കുറച്ചൊക്കെ താഴത്തേക്ക് കളയും കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്നപ്പോഴാണ് ഇവൻ്റെ കഴിക്കാതെ എൻ്റെ അവസ്ഥ എന്താ വെച്ചാൽ ഇവൻ്റെ പുല്ല് തിന്ന് വയറ് അത്യാവശ്യം ടൈറ്റാണ്. ആ വയറ് പള്ള ഒട്ടി നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവ അങ്ങനെ തിന്ന് കുനിഞ്ഞ് തിന്നുമ്പോൾ വയറ് അത് നമ്മൾ അതിലിപ്പോൾ ഒരു കാര്യം സ്ട്രെയിൻ ചെയ്യുമ്പോൾ വയറ് ഇങ്ങനെ ഇതാവുമല്ലോ. അതിൻ്റെ ഒരു രീതിയാണ്. പിന്നെ പുറത്തുള്ളവനാണ്. ഇവൻ്റെ ബാക്കൊക്കെ കണ്ടോ. ഒരു കഷ്ടി ഒരു മാസമായിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ. ഒരു മാസം ആയിട്ടില്ല എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് കഷ്ടി ഒരു 22 ദിവസം 24 ദിവസമൊക്കെ അതിൻ്റെ അവൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്. ഇതൊരു ലേശം നീട്ടത്തിലേക്ക് പോണ പോത്താണ്. ലേശം ഹൈറ്റിലേക്കും വരും. ലേശം വളർച്ച കാണിക്കാനുള്ള പോത്താണ്. ഇവനപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തെ തീറ്റ കുറച്ചു. അപ്പോൾ ഇവൻ്റെ കാര്യം മനസ്സിലായി. തിന്നുന്ന സമയത്ത് ശല്യപ്പെടുത്തുന്നു പറഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും. അല്ല അതങ്ങനെ തിന്നണം പാടെ നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ സ്നേഹം പ്രകടിപ്പിക്കാൻ നമ്മളെ നോക്കി നിൽക്കും. അപ്പോൾ ഇവനെ നമ്മൾ പാടത്താണ് കെട്ടണേ. നമ്മുടെ ഇവിടെ ഈ പ്രാവശ്യവും പാടത്ത് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരു പ്രാവശ്യമൊക്കെ പണിത് തരുന്നുള്ള ഇപ്രാവശ്യം എന്താ കണ്ടോ 2 പ്രാവശ്യമൊക്കെ പണിത് തുടങ്ങി. അപ്പോൾ നമുക്ക് വല്ലാണ്ടുള്ള കുസ്തിയൊന്നും നടക്കില്ല. ഇവിടെ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നിർത്തുകയാണ് ചെയ്യുന്നതാണ്. വീണ്ടും തീറ്റ തുടങ്ങി. ഇപ്പോൾ സമയം ഏകദേശം എൻ്റെ കറക്റ്റ് സമയം 6:26 കേട്ടോ. അതെ. അപ്പോൾ നമ്മുടെ ഒട്ടയ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മളത് വല്ലാണ്ടുള്ള വെള്ളമായിട്ട് കൊടുക്കില്ല. അന്നൊരു പൊടിക്ക് ലൂസ് ഉണ്ടാവും. കണ്ടമാനം തിക്കുണ്ടാവില്ല. അതങ്ങനെ ഒരു കഴിച്ച് തുടങ്ങുന്നതനുസരിച്ച് തിക്കാക്കി വരുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കണ്ടമാനം ഡ്രൈ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു തീറ്റ തിന്ന് കഴിഞ്ഞിട്ട് ഒന്ന് പൊന്തിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് താഴ്ത്തിക്ക് പോകും. അതെ. അപ്പോൾ അവൻ്റെ ഏതാണ്ട് ഫിനിഷ് അതിൻ്റെ ഇവൻ്റെ അവസാനിപ്പിച്ചു. ഇവൻ ചെന്ന വഴിക്ക് തന്നെ സാധനം കിട്ടി കഴിഞ്ഞാൽ സ്പോട്ടിൽ പോകാൻ പരിപാടി അവസാനിപ്പിക്കും. ഇവൻ തന്നെ നല്ലൊരു പൊത്താണ് കേട്ടോ. കൊമ്പൊന്നും കൂടുതലില്ല. കൊമ്പ് അത് ബെൻഡായിട്ടാണ് നിൽക്കുന്നത്. നല്ലൊരു ഹെഡ് പവറുള്ളൊരു പോത്താണ്. ഇവൻ്റെ കൊമ്പ് നാശം ചുളുങ്ങിയിട്ടുള്ളൊരു കൊമ്പാണ്. നല്ല വളവ് വരാവുന്ന രീതിയിൽ. ഇവനുള്ളതിൽ വലിപ്പത്തിലുള്ള ചെറിയൊരു കുട്ടിയാണ്. പക്ഷേ നല്ല വളർച്ച കാണിക്കാൻ സെറ്റപ്പ്. അതായത് ഉടനെ 3 പോത്തിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എടുത്തതിൽ വെയിറ്റും ചെറുതാണ്. പക്ഷേ ഇവനാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വളർച്ച കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൻ തീറ്റയിലൊരു ലേശം ബാക്കിലിരിക്കുന്നല്ല, ലേശം സമാധാനത്തിൽ ആൾ കഴിക്കുള്ളൂ. ഇവനെ ഒരു പൊടി കളഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവൻ സാധനം അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇവൻ ലേശം കൊമ്പ് നീട്ടം കൂടുതലല്ല കേട്ടോ. അത് കൊമ്പ് ബെൻഡാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട. കൊമ്പ് ബെൻഡാണ്. ഇത് നമ്മളെ ചെറിയ പോത്തുംകുട്ടി നമ്മൾ ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ച് കൊടുക്കുന്നതാണ്. പക്ഷേ പിന്നെ നമ്മളവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു കണ്ടോ. അവൻ്റെ തീറ്റയും കൂടിയൊക്കെ കാര്യങ്ങളൊക്കെ കണ്ടോ. വട്ടയൊക്കെ കാലിയാക്കിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമുക്ക് കുന്തിൻ്റെ ഇടയിൽ കൂടെ തള്ളു ചിലവ് കാശിനുള്ളത് ഇവൻ തരും ഇപ്പം വലുതായി കഴിഞ്ഞാൽ. അപ്പോൾ അതേ നമ്മുടെ 5 ആളുടെ തൊഴുത്തിൽ നിൽക്കുന്നു. അപ്പോൾ
ഇനി ഇപ്പുറത്തേക്കൊക്കെ മാന്തലുണ്ട് ഇപ്പോൾ. പക്ഷെ മൂക്കാൻ്റെ ഉള്ളിൽ കൂടെ പുറത്ത കാരണം വലിയ മാന്തലില്ല. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. കണ്ടോ നമ്മുടെ 5 ആൾ. വീഡിയോ ഞാൻ പിന്നെ പുറത്തിറക്കി ചെയ്യിക്കാം. ഇപ്പോഴത്തെ ഒരു സമയപരിധിയും നമ്മുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ 5 ആളെ കണ്ടില്ലേ, കഴിഞ്ഞ പ്രാവശ്യം എടുത്തതിനേക്കാളും വലുതല്ലേ ഇതിൽ കുറച്ച് ആൾക്കാർക്ക് കുറച്ചുകൂടി ക്ഷീണം മാറാളുണ്ട് കേട്ടോ. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എടുത്തവർക്ക് ലേശം ക്ഷീണം മാറാണ്ട്, പക്ഷെ ഒരു ലേശം നീട്ടത്തിലേക്ക് പോണ പൂത്തുകളാണ്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ എന്ത് തീറ്റയാണ് ഏതൊക്കെ തീറ്റകളാണെന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായില്ലേ. അപ്പോൾ ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്ന തീറ്റ ചോളത്തവിട്, പരുത്തിപ്പിണ്ണാക്ക്. ഇപ്പോൾ ഞാൻ ഈ പ്രാവശ്യം തൊട്ട് സ്റ്റാർട്ടിങ്ങിലെ കപ്പലണ്ടി പിണ്ണാക്ക് ലേശം ആഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കപ്പലണ്ടി പിണ്ണാക്ക് ലേശം ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതൊരിക്കലും മോശമാവില്ല. അപ്പോൾ വലിയൊരു വിലയിലേക്ക് അത് പോവില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ 1000-1500 രൂപയാണ് നമുക്ക് ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ അതിൻ്റെ വില വരുന്നുള്ളൂ. അതായത് നമ്മളൊരു കഷ്ടി ഒരു 20 കിലോ 15 കിലോനൊക്കെയാണ് ഒരു മാസം. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ 15 കിലോനാണ് എടുത്തത്. പിന്നെ നമ്മളതൊരു ഇനിയിപ്പോൾ ഡിസംബറൊക്കെ കഴിയുമ്പോൾ ഒരു 20-25 കിലോയിലേക്ക് വരും. എന്നാലും നമുക്ക് നഷ്ടം വരില്ല. അത് കൊടുക്കുന്നതിനുള്ള മാറ്റം നല്ല മാതിരി കാണിക്കുന്നുണ്ട്. ഇവരാണ് പെട്ടെന്ന് ക്ഷീണം മാറിയ പൂത്തുകൾ. ഇത് കണ്ട. ഇതിനനുസരിച്ച് ഇനി 2 ആളും കൂടി മാറാണ്ട്. മറ്റവൻ ചെറുതാണ്, അവൻ ക്ഷീണമൊക്കെ മാറിയില്ല. അവൻ്റെ ഇവരൊപ്പം ഉള്ളതാണ് ബാക്കിലെ സ്റ്റെപ്പായിട്ടാണ് 2-3 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ പൂത്തിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിലുള്ളവരാണ് ബാക്കി 3 പേര്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാൻ പുതിയൊരു വീഡിയോ ആയിട്ട്. എല്ലാവരുടെയും തീറ്റ കണ്ടില്ലേ, തീറ്റയൊക്കെ കഴിഞ്ഞ് നക്കി തുടച്ച് വെച്ച് ഇവൻ്റെ മാത്രമാണ് ഞാൻ അവസാനിപ്പിക്കാമല്ലോ കേട്ടോ. അവൻ സമാധാനത്തിലേ കഴിക്കുള്ളൂ. ഇവൻ്റെയും കഴിഞ്ഞിട്ടുണ്ട്. ഇവൻ്റെ ലേശം പഴത്തൊലി ഉണ്ടായിരുന്നു, അതാണ് അതിൽ കിടക്കുന്നത്. അപ്പോൾ പഴത്തൊലി ഉണ്ടായിരുന്നത് അവനെ വെച്ച് കൊടുത്തു. അപ്പോൾ അവൻ കഴിക്കട്ടെ. അപ്പോൾ നമ്മളൊരു 25 രൂപയുടെ റേഞ്ചിൽ 6 ആൾക്കുള്ള തീറ്റ പരിചയപ്പെടുത്തി. എങ്ങനെയുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന നിസ്സാരം? 2 കിലോ പരുത്തി 6 ആൾക്ക് എന്താവാനാണ്? 2 കിലോ തവിട് എന്താവാനാണ്? 1/2 കിലോ കപ്പലണ്ടി പിണ്ണാക്ക് എന്താവാനാണ്? 1 കിലോ അരി വേവിച്ചത് എന്താവാനാണ്? പക്ഷേ ഇതൊക്കെ വട്ടയിലേക്ക് അല്ലെങ്കിൽ 4 ഐറ്റംസ് കൂടി വന്നപ്പോൾ നമുക്ക് കഷ്ടി ഒരു 25 രൂപ റേഞ്ച് വന്നുള്ളൂ. പക്ഷേ ഈ 4 ഐറ്റംസ് കൂടി വന്നപ്പോൾ നമ്മുടെ വട്ടയിലേക്ക് അത്യാവശ്യമുള്ളതാവും ചെയ്തു. പക്ഷേ ഇതൊരു 2 മാസം കൊണ്ട് പൂത്തിൻ്റെ വളർച്ചകൾക്കൊക്കെ നല്ല മാറ്റം ദൈവം സഹായിച്ച് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ വരും. അപ്പോൾ വീഡിയോ ഞാൻ പുറത്തിറക്കി കാണിക്കുന്നുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് ഈ 5 ആൾ 6 ആളെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ടിരുന്നെങ്കിൽ നമുക്ക് നേരെ ലേശം വേണം. അതുകൊണ്ടാണ് പുറത്തേക്ക് ഇറക്കാത്ത. ഫ്രണ്ടിലേക്ക് കൊണ്ടുവരണമല്ലോ. അതിപ്പോൾ ഒരു പാടത്ത് തീറ്റ കഴിഞ്ഞ് വയറൊരു വിധം ഫുള്ളാണ്, എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ല. പുല്ല് നിന്ന് വയറ് ഫുള്ളായിട്ട് നിറയ്ക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തിയിട്ടില്ല. അതാവുള്ളൂ. പിന്നെ ഇവർ കുറച്ച് സപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുത്ത മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാൻ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ ബൈ.